നാട്ടിലെ ചില നാടൻ പൂ പോലെ ഇല്ലേ, പക്ഷേ ഇതിനൊരു വീടായിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. കളയാണ് കണ്ടോ, മുഴുവൻ കളയാണ് ഈ സ്ഥലത്ത്. ഇതാണ് ഡാൻഡിലിയ. വളരെ ഔഷധ ഗുണമുള്ള സാധനമാണ്. പക്ഷെ എന്ത് പറയാൻ, അതിൻ്റെ വീഡ്സ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പറിച്ചു കളയലും അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള സമയം ഇതേ ഡാൻഡിലിയൻ്റെ ഇലയുടെ ഇതൊക്കെ ഇട്ടിട്ട്, പൂവും ഇലയെല്ലാം ഇട്ടിട്ട് ചായ കുടിക്കും. അത് പൈസ കൊടുത്ത് വാങ്ങിക്കണം. പക്ഷെ ഇതെല്ലാം കളയാണ്. അതുപോലെ വേറൊരു സാധനമാണ് തിസിൽ എന്ന് പറയും. തിസിലിൻ്റെ ഭയങ്കര മുള്ളാണ്, ഒരു ഭയങ്കര ഉപദ്രവിക്കുന്ന മുള്ളാണ്. ഞാൻ ഈ ചെടികളൊക്കെ നട്ട് വെജിറ്റബിൾസൊക്കെ നടുമ്പോൾ അവിടെ ഫുൾ നിറഞ്ഞു നിൽക്കും. അത് വെയിലും കൂടി അടിച്ചാൽ തഴച്ചങ്ങ് വളരും. നല്ല ഭംഗിയുള്ള പർപ്പിൾ പൂക്കളൊക്കെ വരും പൊങ്ങിയാൽ. പക്ഷേ ഭയങ്കര കാട് പോലെ അത് വളരും. ഏറ്റവും രസകരമായ കാര്യം, അതിലും ആ തിസിലിൻ്റെ സീഡാണ് നമ്മൾ കിളിക്കൊക്കെ, ഫിഞ്ച് എന്ന് പറഞ്ഞ കിളികളുണ്ട്, ആ കിളികൾക്ക് ഇട്ട് കൊടുക്കുന്ന സീഡ്സ് ഈ തിസിലിൻ്റെ സീഡ്സാണ്. അത് നമ്മൾ പാക്കറ്റിൽ പൈസ കൊടുത്ത് വാങ്ങിക്കും. പക്ഷെ തിസിൽ എന്ന് പറഞ്ഞ ചെടി നമ്മളെടുത്ത് കളയും. അങ്ങനെയാണ്. അതുപോലെ തന്നെയാണല്ലേ, നമ്മളെല്ലാത്തിനും വീടാവാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ അത് മഹാമെനക്കെട. അതേസമയം അതിനെ ആദ്യമേ ശ്രദ്ധിച്ചാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ ഭേദമാവും. ഇന്ത്യയിൽ ജീവിച്ചിട്ട്, ഭാരതത്തിൽ ജീവിച്ചിട്ട് അതിൻ്റെ ഗുണങ്ങളൊന്നും മനസ്സിലാക്കാതെ, അതിൻ്റെ കൾച്ചറിൻ്റെ വാല്യൂ ഒന്നും മനസ്സിലാക്കാതെ എന്നിട്ട് പറയുകയാണ് അതിലെല്ലാ മതത്തിലും അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പം ഇത് പറയാൻ എന്തിരിക്കണം. ഇതൊരു മെയിൽ കാർഡിനലാണ്. ഈ സമയത്താണ് ഗേൾ ഫ്രണ്ട്സിനെ അട്രാക്ട് ചെയ്യാൻ നന്നായിട്ട് ആൾ പാട്ട് പാടും. ഭയങ്കര പാട്ടുകാരനാണ്. തൊപ്പിയുണ്ടോ തലയിൽ? ഇത് രസമാണ്. നല്ലൊരു കപ്പിൾ ഗോൾസ് ഉള്ളവരാണ് ഇവർ. ഗേൾ ഫ്രണ്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഒരുമിച്ച് എല്ലായിടത്തും പോകും. ലൈറ്റ് പീച്ച് കളറാണ് ഫീമെയിൽ. മെയിൽ ഇതുപോലെ ചുമന്ന്, ഇത് വളരെ മൈൽഡായിട്ട് വിളിക്കണം. സാധാരണ ഇങ്ങനെ എല്ലാവരുമായിട്ട് ശബ്ദം ഉണ്ടാക്കും. പ്രകൃതിക്ക് എന്തെല്ലാം മായാജാലങ്ങളാണല്ലേ. ഇതുപോലെ സ്പ്രിങ്, സമ്മർ, ഓട്ടം അല്ലെങ്കിൽ ഫാൾ, വിൻ്റർ. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഈ ഇപ്പം കണ്ട കാർഡിനൽ പോലെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമുക്ക് കാണാൻ, എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമുക്ക് ആസ്വദിക്കാൻ. എൻ്റെ ആഗ്രഹം മനുഷ്യരാവാൻ തുടങ്ങിയാൽ എന്നുള്ളൊരാഗ്രഹം. അഹങ്കാരികളല്ലാതെ നമ്മളും ഈശ്വരൻ്റെ സൃഷ്ടികൾ ഒന്നു മാത്രം. ബാക്കിയുള്ളവരുടെ ജീവൻ എടുക്കാനായിട്ട് നമുക്ക് എന്ത് അധികാരം? ഒരു കൊടും കുറ്റവാളിയാണെന്ന് വിചാരിച്ചോളൂ. അത് പിന്നെയും മനസ്സിലാക്കാം. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനൻ ഇത് പറഞ്ഞ പോലെ നീ ചെയ്യാനുള്ളത് എല്ലാം ചെയ്തു, നീ സമാധാനത്തിന് വേണ്ടി എല്ലാം ചെയ്തു. എല്ലാം ചെയ്തിട്ടും മനസ്സിലാവാത്ത ആൾക്കാരാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ ആയുധം എടുക്കുന്നവരല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എപ്പോഴേ ഇന്ത്യക്ക് എന്തെല്ലാം സ്ഥലങ്ങൾ കൈയടക്കാമായിരുന്നു. ഭംഗിയല്ല. ഇത് മാഗ്നോലിയാണ് ഈ പൂവിൻ്റെ പേര്, മാഗ്നോലിയ. ഇതും പല കളേഴ്സിൽ വരും. വൈറ്റ് വരും, പിങ്ക് വരും, പിന്നെയും കളേഴ്സ് ഉണ്ടെന്ന് തോന്നും. നമ്മൾ ഇങ്ങനെ പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് വെറും വാർത്തയാണ്, വെറും ന്യൂസ്. കാരണം നമ്മളല്ലല്ലോ അതിൽ. അപ്പം നമ്മളിങ്ങനെ സെൽഫിഷായി ആലോചിച്ച് നമ്മളതിൽ പെട്ടില്ലല്ലോ, നമ്മുടെ കുടുംബത്തിലുള്ളവരാരും ഇല്ലല്ലോ, നമുക്കറിയാവുന്ന ആരുമില്ലല്ലോ എന്ന് മാത്രം ചിന്തിക്കാതെ നമുക്ക് അതുകൊണ്ട് കുറച്ച് വേദന ഉണ്ടാവട്ടെ, നമ്മളിൽ അത്രയും ഒരു സെൻസിറ്റിവിറ്റി ബാക്കി വരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. സത്യമായിട്ട് ഇന്നത്തെ കാലത്ത് പറഞ്ഞ സിനിമകളിലാണെങ്കിലും എവിടെ നോക്കിയാലും നിറയെ വയലൻസും. കേരളത്തിൽ എന്തിനു പറയുന്നു? കേരളത്തിൽ വരെ ഏറ്റവും മോശമായ ക്രൈംസ് അല്ലേ നടക്കുന്നത്, കുടുംബത്തിനകത്ത് തന്നെ. അതിലേറ്റവും എന്നെ വേദനിപ്പിച്ചതാണ് ഈ ഇടയ്ക്ക് നടന്ന 2 ആത്മഹത്യകൾ. 2 സെപ്പറേറ്റ് ആയിട്ടുള്ള കുടുംബങ്ങളിൽ സ്ത്രീകൾ സ്വന്തം 2 പെൺമക്കളുമായിട്ട് ആത്മഹത്യ ചെയ്തത്.
ഞാൻ പേരൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. അത് ഇവിടെ ഇരിക്കുന്ന, അമേരിക്കയിലിരിക്കുന്ന എന്നെ വരെ വളരെയധികം അഫക്റ്റ് ചെയ്തു. അതിൽ ചില ചാനൽസിന് ഞാൻ കണ്ടു, അമ്മ മരിക്കുമ്പോൾ എന്തിനാ കുട്ടികളെയും കൂടെ കൊണ്ടുപോയത്, അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ മനസ്സിൽ, ഒരു അമ്മ, എനിക്ക് 2 മക്കളുള്ളതാണ്, ഒരമ്മ മരിക്കുമ്പോൾ ഒരിടത്തും എത്താത്ത മക്കളെ എങ്ങനെ ഇട്ടിട്ട് പോകും? അവർ വിചാരിക്കില്ലേ ഞാനില്ലാതെ അവർ എങ്ങനെ ജീവിക്കും? ആ കുഞ്ഞുങ്ങൾ ഞാനില്ലാത്ത ലോകത്തെ എങ്ങനെയല്ല ഫേസ് ചെയ്യും? അങ്ങനെയല്ലേ അമ്മ പോയത്, അമ്മമാർ പോയത്. അടുപ്പിച്ച് 1 മാസത്തിനകത്ത് 1.5 മാസത്തിനകത്ത് 2 പേര്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എവിടെയാണ് ഈ പോകുന്നത്? നമ്മൾ വലിയ ഈശ്വരൻ്റെ ഏറ്റവും വലിയ സൃഷ്ടിയാണ്, ഏറ്റവും ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്യുന്ന, എന്തൊക്കെയോ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ, നമുക്ക് പ്ലെയിനിൽ കയറി പോവാം, കമ്പ്യൂട്ടറുണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്. ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നതും ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻ്റ് അല്ലേ. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിലയില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം അല്ലേ? കുറേ കിളികളുടെ ശബ്ദം കേൾക്കാം. അതിൻ്റെ ഇടയിൽ ഒരു മോർണിംഗ് ഡാവ്, അതാണ് എൻ്റെ ശബ്ദം. ഇനിയും കേൾക്കാം, ശ്രദ്ധിച്ചോളെ. മിക്കവാറും ഇതുപോലെ റൂഫിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് പേരിട്ടുണ്ട് അല്ലേ, മോർണിംഗ് ഡാവ്. അതേസമയം എനിക്ക് കഷ്ടം തോന്നും, എന്താ അല്ലേ, കരയണ പോലെ ശബ്ദമായതുകൊണ്ട് പേര് തന്നെ അത് ഉള്ളത്. അതൊരു അൺഫെയർ പേരാണ് അങ്ങനെ നോക്കിയാൽ. പക്ഷെ പ്രാവല്ലേ, ഒരിക്കലും ഒരിടത്തും ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത പ്രാവ്. പലപ്പോഴും തോന്നും പ്രാവിനെ പോലെയാണെന്ന് നമ്മൾ ചിലരാൾക്കാർ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ. ഒന്നിനും ഒരു പ്രശ്നത്തിനും പോവില്ല. പക്ഷേ നമ്മുടെ തലയിൽ കയറി ചവിട്ടി തുള്ളി ഡാൻസ് ചെയ്ത് കൊന്ന് കുഴിച്ചു മൂടി അവിടം വരെ എത്തിക്കും. അത് കഴിഞ്ഞിട്ട് പറയും കുറച്ചുകൂടി ക്ഷമ കാണിക്കൂ, എല്ലാം ശരിയാവും. എല്ലാം ശരിയാവും, ശരിയാവില്ല. അതാണ് ദുഃഖകരമായ സത്യം. ഇന്ത്യക്കാരായ എൻ്റെ സഹോദരി സഹോദരന്മാരടുത്ത് നമ്മൾ മിത്രം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമല്ലോ, അതുപോലെ തന്നെ ഫ്രണ്ട്സ്, സഹോദരി സഹോദരന്മാർ, എനിക്കുള്ള റിക്വസ്റ്റ് അതാണ്, കുറച്ചൊക്കെ ബാക്കിയുള്ളവരെ പറ്റി ഒന്ന് കൺസേൺഡ് ആവും. പിന്നെ സ്വന്തം മക്കളെയും സ്വന്തം കൊച്ചുമക്കളെയും കുറച്ച് നല്ല കഥകൾ മഹാഭാരതത്തിൽ നിന്നും രാമായണത്തിൽ നിന്നും പഞ്ചതന്ത്ര കഥകളോ എല്ലാത്തിൽ നിന്നും കുറച്ചെങ്കിലും പഠിപ്പിച്ച് വളർത്താൻ നോക്കുക. ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് മാത്രമല്ല എൻ്റെ സ്റ്റുഡൻസിനും. കാരണം എൻ്റെ സ്റ്റുഡൻസിൻ്റെ മക്കളെ പോലെ തന്നെയാണ്. അവരുടെ അച്ഛനമ്മമാർ കഴിഞ്ഞാൽ അടുത്ത ഒരു സർക്കിൾ ഓഫ് വെൽ വിഷേഴ്സിൽ ഞാൻ എന്നെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ആ മക്കൾക്കറിയാം, എൻ്റെ സ്റ്റുഡൻസിന് അറിയാം. അതുകൊണ്ടും കൂടെ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഭരതനാട്യം പഠിപ്പിക്കുന്നത്. ഞാൻ IT-യിലായിരുന്നു, പക്ഷേ ഞാൻ ഭരതനാട്യത്തിൽ വന്ന ശേഷം, അല്ലെങ്കിൽ ഭരതനാട്യത്തിൽ തിരിച്ചു വന്ന ശേഷം, ഞാൻ കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചറുടെ സ്റ്റുഡൻ്റാണ്. കൊച്ചിലെ തൊട്ടേ ഞാൻ ഭരതനാട്യവും മോഹിനിയാട്ടവും പഠിച്ചു, പിന്നെ കൊച്ചുകൂടി പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും ഒരു ടീച്ചറാവുന്നൊന്ന് വിചാരിച്ചിട്ടല്ല. എൻ്റെ അച്ഛനമ്മമാർ പഠിപ്പിച്ചു, അവരൊന്നും നോക്കാതെ അവൾ പഠിക്കട്ടെ, അല്ലെങ്കിൽ ഞാനും എൻ്റെ ചേച്ചിയും പഠിച്ചിരുന്നു, അവർ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഒരു നല്ല കാര്യം ചെയ്തതാണ്. പക്ഷേ അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഞാൻ എന്തെങ്കിലും ടീച്ചറാവുന്നു. അതും ഞാൻ അമേരിക്കയിൽ വന്നിട്ടൊരു ടീച്ചറാവുമെന്ന് അമ്മയും അച്ഛനും വിചാരിച്ചിട്ടില്ല, ഞാനും വിചാരിച്ചിട്ടില്ല. അപ്പോൾ അതാണ് എൻ്റെ കൾച്ചറുമായിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ ബന്ധം. അതുകൊണ്ട് തന്നെ എനിക്ക് ജന്മനാളുള്ള ഒരു ക്യൂരിയോസിറ്റി അത് വളർത്താനായിട്ട് എൻ്റെ ടീച്ചിങ് എന്നുള്ള എൻ്റെ ഇപ്പോഴത്തെ പ്രൊഫഷൻ, എനിക്കത് പ്രൊഫഷനായിട്ട് വിചാരിക്കാൻ വയ്യ, ആണെങ്കിലും എനിക്കതൊരു പാഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എനിക്ക് എൻ്റെ മനസ്സ് തുറക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹം തോന്നി. എത്രയോ മാസങ്ങളായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒന്നും പറയാറ് തന്നെയില്ല. പിന്നെ വിചാരിച്ചു, നമ്മളൊക്കെ ഇന്നുണ്ട് നാളെ ഉണ്ടാവുമെന്നില്ല. ആ കുറച്ച് സമയം, കുറച്ച് കാലം നമുക്ക്
ഈശ്വരൻ അനുവദിച്ചു തന്നിട്ടുള്ള ഈ ലോകത്ത്, ഈ ഭൂമിയിൽ ജീവിക്കാൻ നമ്മൾ എന്തിന് ഒരു യൂസ്ലെസ് ക്രീച്ചറായിട്ട് ജീവിക്കണം? ബാക്കിയുള്ളവർക്ക് കുറച്ചെങ്കിലും യൂസ്ഫുള്ളായിട്ട്, അത് നമ്മുടെ കുടുംബത്തിന് മാത്രം യൂസ്ഫുൾ ആവാതെ കുറച്ച് പുറത്ത്. അതെന്തുകൊണ്ടാണ്? വസുദൈവ കുടുംബകം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ലോകമേ തറവാട്. പക്ഷേ അത് പറച്ചിൽ മാത്രം ആവാതെ കുറച്ച് നമ്മുടെ വീട്ടിനുള്ളിൽ മാത്രമുള്ളവരെ ഹെൽപ്പ് ചെയ്യാതെ പുറത്തുള്ളവരെയും കൂടെ ഒന്ന് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മുടെ ശരിക്കുമുള്ള ഹിന്ദു കൾച്ചറിൽ സനാതനധർമ്മം, വൈദിക സനാതനധർമ്മം വേദത്തിൽ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആ വേദങ്ങളിൽ അടിയുറച്ചുള്ള ആ സനാതനധർമ്മത്തിലെ ഓരോ ഹിന്ദുവിനും എന്ന് വെച്ചാൽ ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ ജീവനാഡി എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറാണ്. അല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അവിടെ തന്നെ ഉണ്ടായി, അവിടെ തന്നെ വളർന്ന്, അവിടെ തന്നെ ഫ്ലറിഷ് ചെയ്ത് പല പല രാജാക്കന്മാരും രാജ്ഞിമാരും എല്ലാവരും വളർത്തിക്കൊണ്ടുവന്ന ഒരു കൾച്ചറാണ് നമ്മുടെ സനാതനധർമ്മം. ആ ധർമ്മത്തിലുള്ള ഓരോ മനുഷ്യനും, അത് ജെൻഡർ ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, പുരുഷനോ സ്ത്രീയോ അല്ലാത്തവരോ എല്ലാവരെയും കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞു, കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുക, കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേദനകൾ പങ്കുവയ്ക്കുക, കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ദയ കാണിക്കുക. അതൊക്കെയാണ് ഏറ്റവും ആവശ്യം. ഇന്നലത്തെ സംഭവം ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനൊരു ഗ്യാരൻറ്റിയും ഇല്ല. പ്രത്യേകിച്ച് കശ്മീർ പോലെ അറ്റത്ത് കിടക്കുന്ന ഒരു സ്ഥലം. എങ്ങനെ ഇന്ത്യ ചുരുങ്ങി ഇപ്പോഴത്തെ ഇന്ത്യയായോ, അല്ലെങ്കിൽ ഭാരതം ചുരുങ്ങി ഇപ്പോഴത്തെ ഇന്ത്യയായോ, അതിനെ ഇനിയും ചുരുക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ രാത്രിയോ പകലോ നോക്കാതെ പ്രയത്നിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം അവർക്ക് അടിച്ചേൽപ്പിക്കണം വേറെ പലതും. ആ അടിച്ചേൽപ്പിക്കലിൽ മുറിവേറ്റാലും തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നതാണ് സനാതനധർമ്മം. ഒരിക്കലും അടിമകളാവാതെ മനസ്സിൽ ആ ഭക്തിയോടെ. പണ്ട് ഞാൻ ഈയിടയ്ക്ക് അത് വായിച്ചതും കേട്ടതുമാണ്. ഒരു അമ്പലത്തിലെ പ്രതിഷ്ഠ ഇല്ലാണ്ടാക്കിയാൽ എന്ത് ചെയ്യുന്നറിയോ? ഒരു പുല്ല് എടുത്ത് വെച്ചിട്ട് പറയും, ഈ പുല്ലിനെ ഈശ്വരനായി കണ്ടുകൊണ്ട് എന്നും പ്രാർത്ഥിക്കണം എന്ന് പറയും. അതിൽ കൂടുതൽ ഒരു സനാതനധർമ്മം ഉണ്ടോ? അതായത് പ്രതിമ എടുത്തു പോയി, പ്രതിഷ്ഠ എടുത്തുകൊണ്ട് പോയി, അത് ശിവനാവട്ടെ, ദേവിയാവട്ടെ, വിഷ്ണു ആവട്ടെ, കൃഷ്ണനാവട്ടെ, ഗുരുവായൂരപ്പനാവട്ടെ, ആയില്ലേ? ടിപ്പു സുൽത്താൻ ഇൻവേഡ് ചെയ്തപ്പോൾ എന്താ ചെയ്തത്? അമ്പലപ്പുഴ കൊണ്ട് വെച്ചില്ലേ 10 വർഷം ഗുരുവായൂരപ്പനെ? ദൈവത്തിന് ഓടേണ്ടി വന്നില്ലേ? ആ സ്ഥലത്തു നിന്നാണ് നമ്മൾ പറയുന്നത്. കേരളത്തിൽ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഇന്നലെ തന്നെ അറ്റാക്ക് കഴിഞ്ഞിട്ട് കുറേ പേര് അതിനെ ന്യായീകരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള ഒരാൾ പറയാണ്, ഓ അങ്ങനെയൊക്കെ ഉണ്ടായോ? കേരളത്തിൽ എങ്ങനെ ന്യായീകരിക്കാമെന്ന്. അതാണ് നമ്മുടെ അഹങ്കാരം. കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു സംഭവമാണ്. അവിടെയൊക്കെ എല്ലാം നല്ലത് മാത്രമേ നടക്കൂ. കേരള സ്റ്റോറിയൊക്കെ വെറും പ്രൊപ്പഗാൻഡയാണ്. അങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ല. അങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഒരു വിഷമം ഉണ്ടായിട്ടില്ല. എല്ലാം കുത്തിപ്പൊക്കിയതാണ്. പിന്നെ എങ്ങനെയാണ് ആ 24 പേര് സ്റ്റേജിൽ നിന്ന് സംസാരിച്ചത്? എൻ്റെ ജീവിതം ഇതാണ് എന്ന് പറഞ്ഞതൊക്കെ കള്ളം പറഞ്ഞവരാ. അവർ ഒരു അസോസിയേഷനിൽ, ഞാൻ എൻ്റെ പേര് പറയുന്നില്ല, അതിൽ പല കുട്ടികളെയും രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എവറി ഡേ. കഴിഞ്ഞ 5 വർഷത്തിലോ മറ്റോ ആയിരക്കണക്കിന് പെൺകുട്ടികളാണ് അവർ രക്ഷപ്പെടുത്തിയത്. ഒന്ന് ആലോചിക്കണം. ആയിരക്കണക്കിന് കുട്ടികളെ രക്ഷപ്പെടുത്താത്തവരെത്ര ഉണ്ടാവും നമുക്കറിയോ? ഇല്ല. കാരണം അതൊന്നും ഒരിക്കലും പുറത്തു വരില്ല. കാരണം അത് പുറത്തു വരാൻ ആരും സമ്മതിക്കില്ല. അപ്പോൾ കാശ്മീരിൽ ഇപ്പോൾ ഉണ്ടായി, കാശ്മീരിൽ എത്രയോ കൊല്ലമായിട്ടുണ്ടായി, എത്രയോ അമ്പലങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് കാശ്മീർ. നിങ്ങൾക്കറിയാമോ എത്ര അമ്പലങ്ങളാണ് കാശ്മീരിൽ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളതെന്ന്? ഇൻവേഷൻ കാരണം പണ്ട് തൊട്ട് അറ്റ്ലീസ്റ്റ് 400, അറ്റ്ലീസ്റ്റ് 400. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭാരതത്തിൽ എത്രയായിരിക്കും നശിപ്പിച്ചതെന്ന്. അപ്പോൾ നമുക്ക് ഈ കണക്കെടുത്തുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. ഒരു അയോധ്യ തിരിച്ചെടുക്കാനായിട്ട് 550 വർഷം എടുത്തു, അതും കേസും എല്ലാം ആയിട്ട്. അപ്പോൾ പിന്നെ
അത് കൂടുതൽ പറയാനുണ്ടോ? ഇത്രയും ക്ഷമാശീലമുള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവുമോ ലോകത്തിൽ? അതേസമയം ഇത്രയും വിൽ പവറുള്ള, ഇത്രയും തിരിച്ചു പിടിക്കാനായിട്ടുള്ള ത്വര അകത്തുള്ള വേറൊരു കമ്മ്യൂണിറ്റി ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ക്ഷമയുണ്ടെങ്കിലും നമ്മളത് അടിയറവ് വെച്ചിട്ടില്ല. അടിയറവ് വയ്ക്കാത്ത അച്ഛനമ്മമാരുടെ മകളായി പിറന്നതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിമാനം. ഇപ്പം എൻ്റെ കുടുംബം കാശ്മീരിൽ വല്ല ആണെങ്കിൽ എന്താവുമായിരുന്നു എനിക്കറിയില്ല. അതുപോലൊരു മറ്റൊരു കാശ്മീർ ആവാതിരിക്കട്ടെ കേരളം. കാശ്മീരിൽ ഉണ്ടായ ഈ ഒരു ചതികൾ, അതായത് 1947 മുമ്പ് തൊട്ടുള്ള ചതികൾ, അതിനു മുമ്പ് ഇൻവേഷൻ തൊട്ടുള്ള ചതികൾ, ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ചതികൾ ഇനിയും വരാതിരിക്കട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. അങ്ങനെ നടക്കുമോ? നടക്കട്ടെ അല്ലേ. ഇത്രയും നേരം എന്നെ കേട്ടിട്ടുണ്ടെങ്കിൽ വളരെ വളരെ നന്ദി. ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കണ്ടാലും എനിക്ക് ഒരു പരാതിയില്ല. ഞാൻ എന്തായാലും ഇടാണ് യൂട്യൂബിൽ. അത് സമ്മതിക്കുകയാണെങ്കിൽ അത് അപ്ലോഡഡ് ആവും, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു ഉദ്ദേശവുമില്ല. എനിക്ക് എൻ്റെ മനസ്സിലുള്ളത് എന്തോ കുറച്ച് പേർത്തെങ്കിലും പറയുമ്പോൾ ഒരു ആശ്വാസം പോലെ തോന്നി. അതിൻ്റെ മെയിൻ കാരണം തന്നെ സ്വന്തം കുടുംബത്തിൽ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പല പല ആൾക്കാർ എന്തെല്ലാം ഇടുങ്ങിയ ചിന്താഗതിയോടെയാണ് ഇരിക്കുന്നത്. അത് ബാക്കിയുള്ളവരെ പറ്റിയല്ല, ബാക്കിയുള്ള മതങ്ങളെ പറ്റിയൊന്നുമല്ല, സ്വന്തം മതത്തെപ്പറ്റി, സ്വന്തം ഐഡൻറ്റിറ്റിയുടെ ഭാഗമായ ആൾക്കാരെ പറ്റി വളരെ തെറ്റിദ്ധാരണയുള്ള ആൾക്കാരാണെന്ന് കാണുമ്പോണ്ടല്ലോ, അത് വല്ലാതെ ഹേർട്ട് ചെയ്യും. അത് ഒരു ഫാക്ട്സ് ഒന്നും ഇല്ലാഞ്ഞിട്ടാണ്. പല റിസർച്ച് സ്കോളേഴ്സും ഹിസ്റ്റോറിയൻസും ഉണ്ട്. ലെഫ്റ്റിസ്റ്റായ എന്തെങ്കിലും തരികിട പറയുന്ന ആൾക്കാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്, ശരിക്കുള്ള ഹിസ്റ്റോറിയൻസ്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ വായിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കറിയാം അതിൽ എത്രത്തോളം സത്യമുണ്ട്, അതിൽ എത്രത്തോളം സത്യമില്ല എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട്. എന്ന് വെച്ചാൽ ഞാനൊരു ഹിസ്റ്ററിയുടെ അതോറിറ്റി ഒന്നുമല്ല, പക്ഷേ നമുക്ക് കേൾക്കുമ്പോൾ എങ്ങനെ കോമൺ സെൻസ് അല്ലേ. ഇന്ന കാര്യം ഇന്ന സമയത്ത് നടന്നു എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവില്ലേ. അതിൽ പിന്നെ പറയാൻ പ്രത്യേകിച്ച് എന്താ ഉള്ളത്? അതേസമയം അത് മുഴുവൻ പറയാതെ പകുതി സത്യം പറഞ്ഞിട്ട് ഇതിങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ആവും, അതിലർത്ഥമില്ല. അപ്പോൾ ഇതുപോലെ എനിക്ക് എൻ്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇനിയും പറയാനെന്നുണ്ട്. അത് മറ്റൊരിക്കലാവാം. ഒരു ഡാൻസ് ടീച്ചർ അല്ലെങ്കിൽ ഒരു NRI അമേരിക്കയിൽ ജീവിക്കുന്നു പറഞ്ഞാൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെനിക്കങ്ങനെ പറയണമെന്ന് തോന്നുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ മിത്ര, എൻ്റെ സഹോദരി സഹോദരന്മാരടുത്ത് പറയാനായിട്ട് ഞാൻ ഇനിയും വരാം. എന്ത് ഭംഗിയാല്ലേ. അങ്ങനെ 2-3 ദിവസം ഇത് കാണാം. എല്ലാം ഈ സ്പ്രിങ്ങിൻ്റെ ഭംഗിയാണ്. അത് കഴിഞ്ഞാൽ സമ്മറാകുമ്പോൾ വേറെ ഭംഗി. എന്നെ ഇത്രയും നേരം സഹിച്ചതിന്, ഇത്രയും നേരം കേട്ടതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഓക്കെ.